ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, എങ്ങനെ നമ്മുടെ നാച്ചുറലായിട്ട് കൂടുതൽ വരുന്ന സെബത്തിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പം മിക്കവാറും ഓയിലി സ്കിന്നുകാരുടെ പ്രശ്നമാണല്ലേ, ഒത്തിരി പിന്നെ മൂക്കിൽ, അതുപോലെ ചീക്കിൽ, നെറ്റിയിലൊക്കെ ഒത്തിരി ഓയിൽ അവർക്ക് വന്ന് അങ്ങനെ ഒരു വരുന്ന ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് ഈ ഓയിലിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കുട്ടി, അഞ്ജിത എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിച്ചിരുന്നു, അവളുടെ മൂക്കിൽ എപ്പോഴും ഓയിലാന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആ കുട്ടി കണ്ടിട്ടില്ലെങ്കിലോ എന്ന് ഓർത്ത് ഒന്നും കൂടെ പറയുകയാണ്. അപ്പോൾ മോളെ സംബന്ധിച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏറ്റവും നല്ലത് പിന്നെ തേനാണ് കേട്ടോ. തേൻ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുക എല്ലാ ദിവസവും. കുറച്ച് നല്ല ഒറിജിനൽ തേനായിരിക്കണേ. അപ്പോൾ ഒറിജിനൽ തേൻ ഉണ്ടെങ്കിൽ മൂക്കിലും എവിടെയാണ് കൂടുതൽ ഓയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അവിടെയെല്ലാം ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. തേനിനെ സംബന്ധിച്ച് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ ആ ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗലും അതൊക്കെ അതിലെല്ലാത്തിലുപരി നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും എളുപ്പം ചെയ്യാവുന്നത് തേൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഹോർമോൺ ചേഞ്ച് മൂലമാണല്ലോ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ഓയിൽ സെബം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഏത് സമയത്താണ് നമ്മുടെ കൂടുതലായിട്ട് മുഖത്തൊക്കെ ഓയിൽ കാണുന്നതെന്ന്. ചിലവർക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ പിന്നെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. ചിലവരെ സംബന്ധിച്ച് അത് മാസത്തിലൊരിക്കലാവും. അപ്പം നിങ്ങൾ ആ ഒരു ടൈം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് വളരെ എഫക്റ്റീവാണ്. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പിന്നെ നമുക്ക് ഈ ഓയിലിനെ പിന്നെ കൺട്രോൾ ചെയ്യാനുള്ള നാച്ചുറൽ റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഗ് വൈറ്റ് മുൾട്ടാണി മിട്ടിയാണ്. എഗ് വൈറ്റിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നല്ല ടൈറ്റാവും സ്കിന്ന്. നല്ല സ്കിന്ന് ടൈറ്റ് ആകുമ്പോഴുള്ള ഗുണം നമ്മുടെ ഈ സുഷിരങ്ങളൊക്കെ ഷ്രിങ്കാവും, ചുരുങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെബത്തിൻ്റെ പ്രൊഡക്ഷൻ പുറത്തേക്ക് വരുന്ന ആ ഒരു ഇത് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ മുൾട്ടാണി മിട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കടലമാവ് കേട്ടോ, ഇതിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ പോഴ്സിലൊക്കെ ഇമ്പ്യൂരിറ്റീസൊക്കെ വലിച്ചെടുക്കുന്നതിനും, ആ പൊടി അഴുക്കുകളൊക്കെ പോയി പോഴ്സൊക്കെ ക്ലീൻ ആവുന്നതിനും, പോഴ്സൊക്കെ ഷ്രിങ്ക് ചെയ്യുന്നതിനും മുൾട്ടാണി മിട്ടി നല്ലതാണ്. ആ കൂട്ടത്തിൽ തേനും കൂടെ നമ്മൾ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്കുള്ള പാക്കാണ്. തേൻ 1 സ്പൂൺ വേണം, എഗ് വൈറ്റ് 2 സ്പൂൺ വേണം, മുൾട്ടാണി മിട്ടി അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ മുൾട്ടാണി മിട്ടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് ഒന്ന് ടൈറ്റ് ആവുമ്പോൾ അത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ചെറിയ ചൂടുവെള്ളം, നല്ല ചൂടല്ല കേട്ടോ, ചെറിയ ലൂക്ക് വാം വാട്ടർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾ വാഷ് ചെയ്യണം. ഇത് നിങ്ങളെപ്പോഴും ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും ഈ സെബം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്കിന്നുള്ളവർക്ക് ചെയ്യാൻ എപ്പോഴും നിങ്ങൾ ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അടുത്തത് ബേക്കിംഗ് സോഡയുടെ ഒരു പാക്കാണ്. അത് ചിലവർക്ക് പേടിയാണ്, ബേക്കിംഗ് സോഡ മുഖത്ത് അപ്ലൈ ചെയ്യാവോ എന്നൊക്കെ ഒത്തിരിയും പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷേ ബേക്കിംഗ് സോഡ വളരെ നല്ലതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി 2-3 വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ നമുക്ക് 1 സ്പൂൺ എടുത്ത് അതിൽ മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അത് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്താലും ശ്രദ്ധിക്കേണ്ടത്, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുഖം ക്ലെൻസ് ചെയ്യണം. അതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ഈ പിന്നെ ഇത് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുമ്പോൾ മോയ്സ്ചറൈസർ മസ്റ്റാണ് കേട്ടോ. അതാണ്, മോയ്സ്ചറൈസറിന് പകരം നിങ്ങൾക്ക് ആർഗൺ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ആർഗൺ ഓയിലും ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ആർഗൺ ഓയിലിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസറായിട്ട് നിങ്ങൾക്ക് ആർഗൺ ഓയിലോ ഹൊഹപ്പ് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു വിട്ട്, ഗ്രീൻ ടീ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. ഗ്രീൻ ടീ 2 കപ്പൊക്കെ നമുക്ക് കുടിക്കാം. ഇതും നമ്മുടെ ഓയിലിനെ മിനിമൈസ് ചെയ്യുന്നതിന് ഗുണം ചെയ്യുന്ന ഒരു ടിപ്പാണ്. പിന്നെ ഫുഡ് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്നോ,
നമ്മൾ ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കണം. മെയിനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം കിട്ടുന്നത് ലെമണാണല്ലേ. അപ്പം നമുക്ക് ലെമൺ ജ്യൂസ് എല്ലാ ദിവസവും ലെമൺ ജ്യൂസ് കുടിക്കാം. അതുപോലെ ബനാന കഴിക്കാം. ഇതൊക്കെ നമുക്ക് ഓൾറെഡി എപ്പോഴും കിട്ടുന്ന ഐറ്റംസാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രോബയോട്ടിക് അടങ്ങിയ തൈര്, മോര് തുടങ്ങിയുള്ള പ്രോബയോട്ടിക് അടങ്ങിയ ഫുഡ് നിങ്ങൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്ത് കഴിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ളത് ഒത്തിരി ഗോതമ്പ് കഴിക്കാതിരിക്കുക കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അതുപോലെ തന്നെ മധുരം അധികം കഴിക്കരുത്. പാലുൽപ്പന്നങ്ങൾ, അതുപോലെ ബേക്കറി ഐറ്റങ്ങൾ, വറുത്തത്, പൊരിച്ചത്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ ഈ സമയത്ത് അവോയ്ഡ് ചെയ്യണത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് പിന്നെ നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്നോ, ഒരു കാരണവശാലും മസാജ് ചെയ്യരുത് മുഖം, അതുപോലെ സ്ക്രബ് ചെയ്യരുത്. അപ്പം നമ്മൾ പിന്നെ മസാജൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ മർദ്ദം ചെലുത്തുമ്പോൾ കൂടുതലായിട്ട് ഈ പോഴ്സിൽ കൂടെ സെബം വരാൻ സാധ്യതയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓയിൽ പോലെ ഇരിക്കുന്ന മുഖമുള്ളവർ നിങ്ങൾ മസാജ് ചെയ്യരുത്. അതുപോലെ തന്നെ സ്ക്രബ് ചെയ്യരുത്. മുഖത്ത് അമർത്തി ഒന്നും ചെയ്യരുത്. ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകണം. പിന്നെ ചെയ്യാനുള്ളത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് എല്ലാ ദിവസവും 2 നേരം നിങ്ങൾ ക്ലെൻസ് ചെയ്യണേ. അതിനായിട്ട് ഉപയോഗിക്കേണ്ടത് സാലിസിലിക് ആസിഡ്, അതുപോലെ ഗ്ലൈക്കോളിക് ആസിഡ്, ടീ ട്രീ ഒക്കെ അടങ്ങിയ പിന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. വാട്ടർ ബേസ്ഡ് വാങ്ങണേ. ഒരിക്കലും മിൽക്ക് ബേസ്ഡ് അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് വാങ്ങരുത്. വാട്ടർ ബേസ്ഡ് ആയിട്ടോ അല്ലെ ഫോം ബേസ്ഡ് ആയിട്ട് ജെൽ ബേസ്ഡ് ആയിട്ടൊക്കെ ക്ലെൻസർ കിട്ടും. അത് വാങ്ങി ഉപയോഗിക്കുക. ഇനി നമുക്ക് വീട്ടിൽ എളുപ്പം ചെയ്യാവേ. നമ്മൾ വാങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ലത് നമ്മുടെ ടൊമാറ്റോ, തക്കാളി, സാലിസിലിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷുഗർ, പഞ്ചസാരയിൽ AHA അടങ്ങിയിട്ടുണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു തക്കാളി മുറിച്ച് അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് മുഖമെല്ലാം നമുക്കൊരു 2 മിനിറ്റ് മസാജ് ചെയ്താൽ നല്ല ഒന്നാന്തരം ക്ലെൻസറാണ്. ഈ പിന്നെ ഉപ്പിന് പകരം പഞ്ചസാരയ്ക്ക് പകരം ഉപ്പും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഒന്നാന്തരം ക്ലെൻസറാണ്. പിന്നെ മോയ്സ്ചറൈസർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർഗൻ ഓയിൽ മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ക്രീം ഉപയോഗിക്കണം. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ക്രീം ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ക്രീം എന്താണെന്നോ, വാനിഷിംഗ് ക്രീം എന്ന് എഴുതിയ ക്രീം വേണം തിരഞ്ഞെടുക്കാൻ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ വാനിഷിംഗ് ക്രീം എന്ന് എഴുതി കാണും. അപ്പോൾ അത് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ മുഖത്ത് ഇങ്ങനെ ഓയിൽ അധികമായിട്ട് കാണുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ഇത്തിരി ബ്ലോട്ടിംഗ് പേപ്പർ കേട്ടോ, ഓയിലൊക്കെ വലിച്ചെടുക്കാൻ കഴിവുള്ള പേപ്പറുകൾ, നമുക്ക് ബ്ലോട്ടിംഗ് ഷീറ്റ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെയുള്ളത് വാങ്ങി ബാഗിൽ വെച്ചിരുന്നാൽ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെ നമ്മുടെ മുഖം വല്ലാണ്ട് ഇങ്ങനെ എണ്ണമയമായിട്ടിരിക്കുമ്പോൾ പേപ്പർ വെച്ച് നമുക്കൊന്ന് ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ മുഖം നല്ല ഫ്രഷ് ആവുകയെ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറലായിട്ട് എങ്ങനെ നമ്മുടെ സെബത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ടിപ്സ് കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക്, ഈ പോസ്റ്റ് എല്ലാവർക്കും പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വായിച്ചത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.